വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള സമൂഹമായി ജീവിക്കുന്ന ഒന്നാന്തരം വേട്ടക്കാരാണ് ചെന്നായകൾ. അവയുടെ പ്രതികാര ബുദ്ധിയെക്കുറിച്ചും വോൾഫ് പാക്കിന്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ അവ ജീവിക്കുന്ന എക്കോസിസ്റ്റം ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ചെന്നായകൾ. എക്കോസിസ്റ്റത്തിലെ കീസ്റ്റോൺ സ്പീഷീസ് ആയ ചെന്നായകളില്ലാതായാൽ ആ എക്കോസിസ്റ്റം പതിയെ മാറി തുടങ്ങുകയും ക്രമേണ താളം തെറ്റി നശിച്ചു പോവുകയും ചെയ്യും. എങ്ങനെയെന്ന് നോക്കാം. ചെന്നായകളായിരിക്കും അവരുടെ എക്കോസിസ്റ്റത്തിലെ ഏറ്റവും വലിയ ശക്തരായ വേട്ടക്കാർ. അവർ വേട്ടയാടുന്നതാവട്ടെ ഫുഡ് ചെയിനിൽ ടോപ്പിലുള്ള മലമാൻ അല്ലെങ്കിൽ എൽക്ക് പോലെയുള്ള വലിയ ജീവികളെ. എന്നാൽ ചെന്നായകൾ അപ്രത്യക്ഷമായാൽ പിന്നെ ആ എക്കോസിസ്റ്റത്തിലെ വലിയ വേട്ടക്കാരായി വരുന്നത് ബ്രഷ് വോൾഫ് അല്ലെങ്കിൽ കൊയോട്ട്സ് എന്നറിയപ്പെടുന്ന നായവർഗ്ഗമാണ്. ചെന്നായകളെക്കാൾ ചെറുതും ശക്തി കുറഞ്ഞവയുമായ ഇവർക്ക് എൽക്കുകളെ വേട്ടയാടാൻ സാധിക്കാതെ വരികയും എൽക്കുകളുടെ കുട്ടികളെയോ കുറുക്കൻ പോലത്തെ ചെറിയ ജീവികൾ വേട്ടയാടുന്ന മുയൽ പോലുള്ള ജീവികളെയോ വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്യും. ഇതുമൂലം രണ്ട് കാര്യങ്ങളാണ് പ്രകടമായി സംഭവിക്കുക. ഒന്ന്, എൽക്കുകളുടെ എണ്ണം ക്രമാതീതമായി കൂടാൻ തുടങ്ങും. രണ്ട്, കുറുക്കൻ പോലെയുള്ള ചെറിയ വേട്ടക്കാരുടെ ഇരകളുടെ ലഭ്യത കുറഞ്ഞു വരികയും ചെയ്യും. പ്രകടമായ ഈ കാര്യങ്ങൾ തുടർന്നു പോകുന്നതോടെ പെരുകിയ എൽക്കുകൾ ചെറുതും വലുതുമായ സസ്യങ്ങൾ ഭക്ഷണമാക്കാൻ തുടങ്ങുന്നതോടെ പക്ഷികൾക്ക് കൂടൊരുക്കാനോ മറ്റ് ചെറിയ സസ്യബുക്കുകൾക്ക് ആഹാരമാക്കാനോ സസ്യങ്ങളുടെ ലഭ്യത മതിയാവാതെ വരും. കൊയോട്ടുകൾ ചെറിയ ജീവികളെ വേട്ടയാടാൻ തുടങ്ങുന്നതോടെ ഒരേ ഫുഡ് ലെയറിന് കൂടുതൽ അവകാശികളെന്ന സ്ഥിതി ഉണ്ടാവുകയും തൽഫലം ശക്തി കുറഞ്ഞവയ്ക്ക് ഭക്ഷണം വേണ്ടവിധം ലഭിക്കാതെ വരികയും ആ ഫുഡ് ലെയറിലുള്ള ഇരകളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ചെയ്യും. ഇത്തരത്തിൽ താളം തെറ്റുന്ന എക്കോസിസ്റ്റം കാലക്രമേണ നശിച്ചു പോകും.